ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു വീഡിയോ ഇടാൻ വൈകിപ്പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. രാവിലെ തൊട്ട് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയി വരാൻ വൈകിപ്പോയി. പിന്നെ വന്നപ്പോൾ വീട്ടിലെ പണിയായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതെ വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ മക്കളൊക്കെ വിളിക്കുമ്പോഴേ പിന്നെ ഇടയ്ക്ക് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി നിൽക്കണമല്ലോ. അതുകൊണ്ട് മാത്രം വീഡിയോ വൈകിയതിൻ്റെ ഒരു കാരണം. പിന്നെ ഞാൻ സ്ഥിരമായി കാണുന്ന കുറച്ച് വീഡിയോസുണ്ട്, കുറച്ച് പേരുടെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കിട്ടുന്ന സമയത്തിൻ്റെ ഇടയിൽ അതും കാണുന്നത് കൊണ്ടാണ് ഈ വീഡിയോ വൈകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കിതിനകത്തോട്ട് ഇൻവോൾവ് ആകാൻ താല്പര്യമായിട്ട് വന്നത് ഞാനല്ലേ, എപ്പോഴും താല്പര്യമാണ്. പക്ഷെ നമ്മുടെ ഈ സമയക്കുറവും മറ്റ് പല കാര്യങ്ങളും വരുമ്പോൾ നമ്മളിങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ കാര്യം ഇങ്ങനെ ആയിപ്പോയി. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ വെട്ടുകാട് പള്ളിയിലെ ഉത്സവമായിരുന്നു. അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി. അത് കഴിഞ്ഞത് ഇന്നിപ്പോൾ ഞങ്ങളുടെ അവിടെ ഉള്ള പ്രശസ്തമായ ആറ്റുകാലമ്പലം, പഴവങ്ങാടി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, ഇവിടെയൊക്കെ പോയി വന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പണികളൊക്കെ ഒതുക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഞാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നു. ചിരിക്കുന്ന മുഖമായിരിക്കില്ലല്ലോ മനസ്സ്, ആണോ? അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക, അങ്ങനെയല്ലേ ജീവിതം? അതല്ലേ നമ്മളെ പഠിപ്പിച്ചു തരുന്ന കുഞ്ഞുങ്ങളെ. കൂടുതലൊന്നും നമ്മൾ ഒരു ദിവസം നമ്മൾ അരോചകമാക്കേണ്ട കാര്യമില്ല. കുറേ നല്ല കാര്യങ്ങൾ പറയുക, കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും അത് ചേർക്കുക, പരിദൂഷണം ചേർക്കുക, അങ്ങനെ ഇങ്ങനെ പോകുന്നത് നമ്മളുടെ ജീവിതങ്ങൾ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ നാളെ ഒരു യാത്രയുണ്ട്, ചങ്ങനാശ്ശേരിക്കൊരു യാത്രയുണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ വീഡിയോയുടെ കാര്യം ഒരു സംശയമാണ്. മനസ്സിലായില്ലേ? നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ഇതിൽ വരുമ്പോൾ നമ്മളെ കൊണ്ട് എടുക്കാൻ സാധിക്കും. അല്ലാത്തടത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാട്ടോ. എന്നാലും ഞാൻ ശ്രമിക്കും. നടക്കാതെ വന്നാൽ മാത്രമേ ഞാൻ മാറത്തുള്ളൂ. പിന്നെന്താ, എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് കാണുമല്ലോ. ഞാൻ ആ സമയത്താട്ടോ വീഡിയോ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഉച്ചവരെയായി അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ. കുറച്ച് നേരം ഞാൻ അമ്പലത്തിലൊക്കെ പോയി നിന്നു, അവിടെ ഇരുന്നു. മനസ്സിനൊരു വല്ലാത്ത സമാധാനം, ഒരു ആശ്വാസമൊക്കെ, സന്തോഷം, എന്താ അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിലൂടെ കടക്കണമല്ലോ. ചോറ് ഉണ്ടായിരുന്നു. അപ്പോൾ കറി വെക്കണം, പയർ തോരൻ വെച്ചു. പിന്നെ ഇവിടെ മോര് കറിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മോളും കുഞ്ഞും അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു, ചങ്ങനാശ്ശേരിക്ക് കേട്ടോ. അപ്പം ഞാനിട്ടിരുന്നില്ലേ, നാത്തൂൻ പോരിനെ കുറിച്ചിട്ടിരുന്നു, അമ്മായിയമ്മ പോരിനെ. പക്ഷേ എനിക്ക് അമ്മായിയമ്മ പോരുണ്ടായിട്ടില്ല കേട്ടോ. അത് തുറന്നു പറയും, എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മകൾ നല്ലോണം മക്കൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അമ്മായിയമ്മയെ കൊണ്ടും ഒരാൾ നാത്തൂനെ കൊണ്ടും അനുഭവിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, കൂടെ ജീവിക്കുന്നവരുടെ മനോഭാവം പോലെ ഇരിക്കുമല്ലോ. നമുക്കെല്ലാവരും ആരുടെ ഉള്ളു നമുക്ക് ചകഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, മാങ്ങേണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റത്തുള്ളൂ ഇല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ആദ്യം മധുരിക്കും, പിന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കയ്പുനീരെല്ലാം വരുന്നത്. എന്താ ഈ അമ്മായിയമ്മമാരൊക്കെ ഇങ്ങനെ ആയി പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞു വരുമ്പോൾ അവർക്ക് മകളുണ്ട്. ആ മകളുടെ സ്ഥാനത്തല്ലേ ഒരു മകൻ്റെ ഭാര്യ കടന്നു വരുന്നത്. ഒരുപക്ഷെ മകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, മകൾക്ക് കുശുമ്പ് തോന്നും. ഈ കുട്ടിയെ സ്നേഹിക്കുമ്പോഴും അങ്ങനെയൊക്കെ അടുപ്പവുമായിട്ട് വരുമ്പോഴൊക്കെ ലാളിക്കുമ്പോഴൊക്കെ തോന്നുമായിരിക്കും. അതായിരിക്കും വഴക്കിന് പോര് കുത്തുന്നത്. എല്ലായിടത്തും പെൺമക്കൾ തന്നെയാണ് തുടക്കം ഇട്ട് കൊടുക്കുന്നത്.
അപൂർവം ചിലയിടത്ത് മാത്രമേ ഉള്ളൂ അമ്മായിയമ്മമാർ തന്നെ തുടങ്ങുന്നത് കേട്ടോ. പെൺമക്കൾ തന്നെയാണ് തുടക്കം ഇടുന്നത്. ആൺമക്കളുള്ള എനിക്കങ്ങനെ വലിയ ഇതൊക്കെ ഞാൻ കേട്ടിട്ടില്ല. പെൺമക്കളുള്ള കുടുംബത്തിലാണ് കേട്ടോ. അത് ഈ കെട്ടിച്ചു വിട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിൽക്കുന്നവരൊന്നും പറയുക, കെട്ടാത്ത പെൺകുട്ടികളുള്ള അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എങ്കിലും മറ്റൊരാളുടെ സഹോദരൻ്റെ ജീവിതത്തിൽ തലയിടാൻ വന്നാൽ അവിടെയും പ്രശ്നമാണ്. കാരണം രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്നവരല്ലേ ഇപ്പോൾ ഈ പെൺകുട്ടികൾ. അവിടെ ഈ കുട്ടി വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന സഹോദരൻ്റെ ഭാര്യ, അതൊക്കെ ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയാണ്. നമുക്കതൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ തുടങ്ങുന്നതാണ്. ഒത്തിരി കുശുമ്പും അസൂയയൊക്കെ കൊണ്ട് തുടക്കം വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കാണിച്ചു തുടങ്ങും. അത് അവസാനം ആരുടെ ജീവിതം തുലയും, ആരുടെ ജീവിതം നശിക്കും? സഹോദരൻ്റെ ജീവിതം നശിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു പുതുമയല്ല കേട്ടോ. പുതുമയല്ല എന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, ഡിവോഴ്സ് ആയാൽ അടുത്ത സെക്കൻഡ് തന്നെ സഹോദരന് പെങ്ങളോ കുട്ടിയെ നേരത്തെ കണ്ടെത്തി വെച്ചേക്കും. അവരുടെ വേവ് ലെങ്ത്തിലുള്ള, അതായത് ഒരേ ചിന്താഗതിയിലുള്ള അവൻ്റെ കൂട്ടുകാരിയോ അല്ല എന്തെങ്കിലും എങ്ങനെയുള്ളൊരു കുട്ടിയെ കണ്ടെത്തി വച്ചിരിക്കും. എന്നിട്ടായിരിക്കുമല്ലോ ഈ പ്രവൃത്തിയിലൊക്കെ വരുന്നത്. അധികവും ഞാൻ നോക്കിയിട്ട് കെട്ടിച്ച് വിട്ട സഹോദരിമാരാണ് ഈ പ്രവണത ഉണ്ടാകുന്നത്. നേട്ടം അവർക്ക് പല രീതിയിലാണ്. ആദ്യം ഒരു കല്യാണം കഴിക്കും, അതുവഴി അവർ കുറേ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും എല്ലാം നേട്ടങ്ങൾ കൊയ്യും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത ഇതിനകത്തോട്ട് കാലമൊന്നുള്ളത്. മനസ്സിലാക്കി വരുമ്പോൾ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വേദന എത്രയാണെന്ന് മനസ്സിലാവും കേട്ടോ. ഞാനീ പറയുന്നത് കൊണ്ടും നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടും അതാർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ വീഡിയോ അധികം വലിച്ചു നിൽക്കുന്നുമല്ല. ഞാൻ ഇന്നലെ ഒരു നാത്തൂൻ പോരിനെ കുറിച്ചിട്ടിരുന്നു അല്ലേ, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ടാവില്ല. ഞാനും ഈ പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയാണ്, ഞാനൊരു പെണ്ണാണ്. എൻ്റെ ഒരു ജീവിതം തകർന്നിട്ട് ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നതാണ്. സഹോദരി തന്നെയായിരുന്നു, വേണ്ട ഇതാക്കി എന്നെ അങ്ങനെ ഒരു വളച്ചൊടിച്ചെന്നില്ലാണ്ടാക്കി എന്തോ. പക്ഷെ സഹോദരിയെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. അയാൾക്ക് മനസ്സിലാകത്തില്ല, അയാളുടെ കൂടെ കഴിയുന്ന ഒരു കുട്ടി അയാൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ആണുങ്ങളിലും ഉണ്ട് തെറ്റ്. മുക്കാലും ആണുങ്ങളിൽ തന്നെയാണ്. ഒരു കാൽഭാഗമേ ഞാൻ സഹോദരിമാരെ പറയുന്നുള്ളൂ. ആണുങ്ങൾക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനോ അവർ ശ്രമിക്കാറില്ല. പല ആണുങ്ങളും അതിന് ശ്രമിക്കാറില്ല. ആർക്കോ വേണ്ടി കിട്ടുന്നു, ആർക്കോ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ടല്ല, വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പെണ്ണ് കെട്ടുന്നു, വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ ജനിപ്പിക്കുന്നു, അവരെ പാടായി. ഈ കുഞ്ഞിനെ നോക്കേണ്ടതാരാ? എൻ്റെ വീട്ടുകാർ, അല്ല അവനല്ല. അവനൊരു യാതൊരു ഇതുമില്ല. എൻ്റെ അനുഭവം ആണേ ഞാനീ പറയുന്നതല്ല. അവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ 3 കുട്ടികളെ വെച്ച് ഞാൻ അനുഭവിച്ചു. പക്ഷേ എനിക്ക് ഒരു താങ്ങാട്ടിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുവിധം തട്ടിമുട്ടിയും ഇതുവരെ വന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപവാദവും എല്ലാം. അതായത് നമുക്കൊന്നും ഒരുങ്ങി നടന്നുകൂടാ, നമുക്ക് സന്തോഷിച്ചുകൂടാ, നമുക്ക് കുറച്ച് സംസാരിച്ചുകൂടാ, അങ്ങോട്ട് തിരിഞ്ഞൂടാ ഇങ്ങോട്ട് തിരിഞ്ഞൂടാ, മിണ്ടിക്കൂടാ. ഇങ്ങനെ നമുക്കൊരുപാട് ഇതാണ്, എന്താ പറയുന്നത്, ഇതാണത്, ഒരു അടിച്ചമർത്തലാണ്. പറയുന്ന കാരണം ഭർത്താവ് കളഞ്ഞിട്ട് പോയതല്ലേ. പിന്നെ ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. സന്തോഷിക്കാൻ പാടില്ല, അതായത് സന്തോഷിക്കാൻ പാടില്ല. കരഞ്ഞാൽ ചിരിക്കുക, ഈ കരയിപ്പിക്കുന്നവർ ചിരിക്കും. അത് മറ്റൊരു സത്യം. നമ്മുടെ വീട്ടിൽ തന്നെ കാണും, എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ തന്നെ കാണും ആദ്യത്തെ ശത്രു. എല്ലാവരും പറയും അവനവനാണ് അവനവൻ്റെ ശത്രു എന്ന്. ഈ ശത്രുവിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വീട്ടിലുള്ളവർ തന്നെയാണ്.
അല്ലേ? വീട്ടിലുള്ള ഒരാൾ, ഒന്നോ രണ്ടോ പേർ തിരിഞ്ഞ് പ്രവർത്തിച്ച് തുടങ്ങിയാൽ നമ്മൾ തന്നെ നമ്മളെ ശത്രുക്കളായി വരില്ലേ? പിന്നെ എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ ന്യായീകരിക്കുക? അപ്പം അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ കടന്നു പോകുന്നു കുഞ്ഞുങ്ങളെ. വേറെ എല്ലാവരും സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങും, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് എന്താ നല്ല സുഖകരമായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് സുഖകരമായി കിടന്നുറങ്ങും. ഇപ്പം ഇന്നൊരു വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു വീഡിയോ കണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ഇതിനകത്ത് യൂട്യൂബിനകത്ത് നിന്ന് സിംഗിൾ ബോബിൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് എൻ്റെ സിംഗിൾ ബോബിൻ്റെ വീഡിയോ ഞാൻ മുടങ്ങാതെ കാണും. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കാണാനായിട്ടൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓരോ പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സല്ലേ അവർ പറയുന്നത്. എവിടെയായാലും സിംഗിളെ എൻ്റെ ഈ വീഡിയോ നീ കണ്ടിട്ട് ഒരു മറുപടി പറയണേ. എനിക്കൊത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നത് പോലത്തെ ഒരു ജീവിതം കിട്ടാതെ വന്നപ്പോഴുള്ള നിരാശ നമുക്കുണ്ട്, നിരാശയും ദുഃഖവും എല്ലാം ഉണ്ട്. ഓരോ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, നമ്മളെ തലോടി നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ ഓരോ പെൺകുട്ടി ആഗ്രഹിക്കും. നമ്മളെ വിഷമങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണ് കൂടെ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്. ആ ഒരു കച്ചിത്തുരുമ്പ് മതി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് സധൈര്യം കൊണ്ടുപോകാൻ, അല്ലേ? അതില്ലാതെ വരുമ്പോഴാണ് അവിടെ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. സ്പീഡായിപ്പോയോ ഞാൻ പറയുന്നത്? കാര്യമാക്കണം കേട്ടോ. പറഞ്ഞു നോക്കുക, ഓരോ തരത്തിലും പറഞ്ഞു നോക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് മൂക്കിലെന്തോ ഒരു പ്രശ്നം, അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഡബ്ബിങ് പഠിക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ പിന്നെ അതൊന്നും ചെയ്യുന്നേ. ഞാൻ പറഞ്ഞില്ല, ഫീൽഡിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ നിരാശയൊന്നുമില്ല കേട്ടോ, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊന്നും നിരാശയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡാണ് അതാണത്. നല്ലൊരു കലയാണ് ഡബ്ബിങ്, നല്ലൊരു കലയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും അഭിനയിച്ച് വെച്ചിരിക്കുന്ന പോർഷൻ നമ്മൾ ആ സൗണ്ട് കൊടുക്കുമ്പോഴേ നമ്മൾ ആ കഥാപാത്രമായിട്ട് മാറണം. സ്ക്രീനിൽ അല്ലെങ്കിലും നമ്മൾ ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിൽ പോലും അതിനനുസരിച്ച് നമ്മൾ ആ മോഡുലേഷനൊക്കെ അനുസരിച്ച് സംസാരിക്കണം. ദേഷ്യം, സങ്കടം, ഒരു ഏങ്ങലും തേങ്ങലും എല്ലാം നമ്മളത് കൊടുത്തു പോകണം. ആ ക്യാരക്ടർ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ ചെയ്യണം. പിന്നെ സർവോപരി അവർക്ക് ആപ്റ്റായിട്ടുള്ള സൗണ്ടായിരിക്കണം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ചെയ്യാൻ. കാരണം ഈ തുറന്ന് സംസാരിക്കണം, ഇങ്ങനെയല്ല, ഒച്ചത്തിൽ സംസാരിക്കണം. പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഒച്ചത്തിൽ. അപ്പം നമുക്കതൊരു നമ്മുടെ വീട്ടിൽ നമ്മൾ അത്രയും കാലം നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടായി വന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം, അതങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ ഒരു തട്ടകം കിട്ടിയപ്പോഴേ അപ്പം നമ്മൾ പല ഇതിൽ നമ്മൾ സംസാരിച്ച് നോക്കണം. സ്ലോയിൽ പോകണം, ഫാസ്റ്റിൽ പോകണം, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മളും ഒരു കഥാപാത്രമല്ലേ? ഇഷ്ടത്തേളെ, അല്ലേ? നമ്മളും ഭൂമിയിലെ കലാകാരന്മാരാണ്, ജീവിതത്തിലെ കലാകാരന്മാർ. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ കലാകാരന്മാരാണ്, ഓരോ കഥാപാത്രങ്ങളാണ്, അല്ലേ? നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ പോകട്ടല്ലേ. ഒരു വീഡിയോ മുടക്കം വരരുത്, നമുക്കൊരു ദിവസം മുടക്കം വരാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കാര്യങ്ങളെല്ലാം കോർത്തിണക്കി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. നമുക്ക് അരോചകമാണെങ്കിൽ പറയണം കേട്ടോ. അയ്യോ, കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നിങ്ങൾ എന്നെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടെത്തിക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ശുഭദിനം. ഞാൻ നിർത്തട്ടെ. ബായ്.